നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിന്ദു മതവിശ്വാസ പ്രകാരം ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ പുണ്യപുരാതന സ്ഥലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അതിന് ചുറ്റുപാട് കുറച്ച് മീറ്ററുകൾക്ക് അപ്പുറം തന്നെ ഈ നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും വിതരണം ചെയ്യുന്ന ഹോട്ടലുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഏറെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. നിരവധി ആളുകളാണ് കേരളത്തിലകത്തുള്ളവരും അതുപോലെ തന്നെ പുറത്തുള്ള നിരവധി ആളുകളാണ് ദിനം പ്രതി ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് എത്തുന്നത്. അവിടെ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിലാണ് ഇന്ന് ചിക്കൻ ബിരിയാണി സൽക്കാരം നടന്നതായിട്ടുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് ക്ഷേത്രത്തിന്റെ ജീവനക്കാരന്റെ മകന് ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ ഈ ഒരു ആഘോഷം നടന്നിരിക്കുന്നത്. മഹാക്ഷേത്രത്തിൽ നടന്ന ആചാര ലംഘനം പുറത്തറിഞ്ഞതോടെ വിശ്വാസികളെല്ലാം തന്നെ കടുത്ത അമർഷത്തിലാണ്. ശക്തമായ പ്രതിഷേധവുമായി അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്തും ശ്രീ പത്മനാഭസ്വാമി കർമ്മചാരി സംഘവും രംഗത്തെത്തിയിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്ത് മാംസം വിളമ്പുന്നത് ക്ഷേത്ര ആചാരങ്ങളുടെയും മതിലകം രേഖകളുടെയും ലംഘനമാണെന്ന് സംഘടനാ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കർശന നടപടി ആവശ്യപ്പെട്ട് സംഘടനകൾ ക്ഷേത്രം ട്രസ്റ്റിന് പരാതിയും നൽകിയിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ പുറത്തുനിന്ന് എങ്ങനെ മാംസാഹാരങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു എന്നതും ദുരൂഹമാണ്. പുറത്തുനിന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് ക്ഷേത്ര ഓഫീസിൽ കൊണ്ടുവന്ന് വിളമ്പിയതും ഇതിന് നേതൃത്വം നൽകിയത് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസറാണ് എന്നുള്ളതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഭക്തകോടികൾ പവിത്രമായി കരുതി ആരാധിക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാംസാഹാരം വിളമ്പി പാർട്ടി നടത്തിയത് ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ക്ഷേത്ര ജീവനക്കാർ തന്നെയാണ് എന്നതാണ് ഭക്തരെ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ജീവനക്കാർ ക്ഷേത്ര ആചാരങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായി മാംസാഹാരം കൊണ്ടുവന്ന് വിളമ്പി കഴിച്ചതും ആഘോഷം സംഘടിപ്പിച്ചതും അതൊരു ക്ഷേത്ര പരിസരത്താണ് ഇത്തരത്തിലൊരു പാർട്ടി സംഘടിപ്പിച്ചതും സാമാന്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. രാജകുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായ ഭരണസമിതിയാണ് ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല വഹിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആചാര ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു സംഘടനകൾ ക്ഷേത്ര ഭരണസമിതി ചെയർമാന് പരാതി നൽകി കഴിഞ്ഞു. കഴിഞ്ഞ കുറെ കാലമായി ക്ഷേത്രത്തിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും കർമ്മചാരി സംഘ ഭാരവാഹികൾ പറയുന്നുണ്ട്. ക്ഷേത്രവും കാര്യാലയവും പരിപാവനമായ സ്ഥലമാണ്. എന്നാൽ ഇവിടെ നടക്കുന്നത് കടുത്ത ആചാര ലംഘനമാണ്. സ്വച്ഛാധിപതിയെ പോലെ പെരുമാറുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റണമെന്നും ശക്തമായ നടപടി വേണമെന്നുമാണ് സംഘടനകളുടെ ആവശ്യം. ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പരിഹാരക്രിയകൾ നടത്തണമെന്നും അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്തും ശ്രീ പത്മനാഭസ്വാമി കർമ്മചാരി സംഘവും ഉന്നയിച്ചിട്ടുണ്ട്. വിവാദമായതിനെ തുടർന്ന് ഭരണസമിതിയുടെ അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്തായിരിക്കും തീരുമാനം എന്നുള്ളതായിരിക്കും പുറത്തുവരിക.